ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂണിക്കോൺ ലിയോ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ലിയോണ മോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊരു സ്റ്റൂളല്ലേ കടിച്ച് പൊട്ടിക്കുന്നത്, എന്നിട്ടെന്താ ഇവർ നോക്കി നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഇത് അവളുടെ ടോയ്സ് ആയിട്ട് അവൾ എടുത്തു കഴിഞ്ഞതാണ്. ഇനി അത് വാങ്ങി വെക്കാൻ കഴിയില്ല. എവിടെ വെച്ചാൽ അവൾ എടുത്ത് കളിക്കും. അപ്പോൾ പിന്നെ അവൾ കളിച്ചോട്ടം വിചാരിച്ച് അവൾക്ക് കളിക്കാൻ കൊടുത്ത ഒരു ടോയ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ലിയോണ. ഇനിയിപ്പോൾ അത് നമുക്ക് എടുത്ത് വെച്ചാലും അവളെടുത്ത് കളിച്ചോളും. അപ്പോൾ അത് അവളുടെ ടോയ് ആയി. ബാക്കി സ്റ്റൂളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അവൾക്ക് എന്തായാലും അവൾ പൊട്ടിച്ചു, അതുകൊണ്ട് അവൾക്കായിട്ട് കളിക്കാൻ കൊടുത്തതാണ്. ഓൾറെഡി ആ സ്റ്റൂളിന് കുറച്ച് ഡാമേജ് ഉള്ളത് കൊണ്ട് പിന്നെ അവൾ കളിക്കാനെടുത്തപ്പോൾ അവൾക്ക് തന്നെ കളിക്കാൻ കൊടുത്തു. ഇപ്പോൾ അവൾ അതോട് കളിക്കുകയാണ്. അപ്പം ഈ വീട്ടിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അവളിപ്പോൾ നമ്മൾ അടിച്ചു വാരുക വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ലേ, നോർമലി വീഡിയോസിലൊക്കെ അടിച്ചു വാരുകയാണെങ്കിൽ അതിൻ്റെ വയ്യ ഓടുക, തുടയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ വയ്യ ഓടുക, എന്തൊരു മൂവ്മെൻറ്റ്സ് ഉള്ള സാധനങ്ങൾ കണ്ടാലും അവർക്ക് അതിൻ്റെ വയ്യ ഓടുക അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം കളിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ടെൻഡൻസിയാണ്. പിന്നെ ഹസ്കി ബ്രീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോഗ്സ് ബ്രീഡാണ്. അതുകൊണ്ട് തന്നെ അവർ ഓൾവേസ് അവരെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആരെ കണ്ടാലും ഒരു സ്ട്രേഞ്ചറിനെ കണ്ടാലും പെട്ടെന്ന് അഗ്രസീവ് ആവാത്ത ഒരു കൈൻഡ് ഓഫ് ബ്രീഡാണ്. അത് അധികം ആൾക്കാരും വീട്ടിൽ വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. പിന്നെ അവർക്ക് എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കളിക്കാൻ വിളിക്കും. ഇൻ കേസ് നമ്മൾ ബിസി ആണെങ്കിൽ പോലും അവർ തന്നെ സ്വയം അവരുടെ എന്തെങ്കിലും ടോയ്സ്, ഇപ്പോൾ ഈ സ്റ്റൂള് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, വിറകെടുത്ത് കളിക്കുക, അല്ലെങ്കിൽ അവളുടെ ബോള് അല്ലെ ബോട്ടിൽസ്, ഇതൊക്കെ വെച്ച് അവൾ തന്നെ സ്വയം കളിച്ചോളും. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. പിന്നെ ഇവരിങ്ങനെ കളിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഇതിങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ പ്രത്യേക രസമാണ്. ഈ ഡോഗ്സിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഡോഗ്സ് ലവേഴ്സിന് ഒക്കെ ഇത് മനസ്സിലാവും. അല്ലാത്ത ആൾക്കാർക്ക് ഇതെന്തായി ചെയ്യുന്നത്, ഇങ്ങനെ ടോയ്സ് കൊടുക്കണോ, അകത്തിട്ട് വളർത്തണോ, അങ്ങനെയുള്ള നെഗറ്റീവ്സ് തോട്ട്സ് ഉള്ള കുറേ ആൾക്കാരുണ്ട്. ഡോഗ്സിനെ അകത്തിട്ട് വളർത്തുന്നത് എന്തോ തെറ്റായിട്ട് കാണുന്നത്, ഡോഗ്സിനെ തൊടുന്നത് എന്തോ തെറ്റായിട്ട് കാണുന്നത്, അങ്ങനെ ഒരു ഹ്യൂമൻ ആയിട്ട് പോലും ഒരു ഹ്യൂമാനിറ്റി ഇല്ലാത്ത സംസാരിക്കുന്ന കുറേ ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. അവരോടൊന്നും പറയാനില്ല. പിന്നെ ഈ ആനിമൽസിനെ അല്ലെ ബേഡ്സിനെ ഹ്യൂമൻസിനെ ഒക്കെ ഒരേപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് അവരുടെ മനസ്സിലെ നന്മ ഉണ്ടാവുള്ളൂ. എല്ലാ ജീവികളും ഒരുപോലെയാണ്. എല്ലാത്തിനെയും അതിൻ്റേതായ രീതിയിൽ സ്നേഹിക്കാൻ കഴിയണം. ഡോഗ്സിനെ തൊട്ടെന്ന് വെച്ചിട്ടോ അകത്തിട്ട് വളർത്തിയെന്ന് വെച്ചിട്ടോ അതിൻ്റേതായ രീതിയിൽ നോക്കുക, അവരെ സംരക്ഷിക്കുക. ഈ കൂട്ടിലിട്ട് വളർത്തുന്നതിനോടൊന്നും ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. ആവശ്യമുള്ള സമയത്ത് മാത്രം വല്ലപ്പോഴും കൂട്ടിലിടുക, അധികം നമ്മളെ കൂടെ തന്നെ വളർത്തുക. അങ്ങനെ പറ്റുകയാണെങ്കിൽ മാത്രം ഡോഗ്സിനെ വളർത്തുക എന്നൊരു അഭിപ്രായമാണ് എനിക്ക്. കെട്ടിയിട്ട് വളർത്തുന്നതിനെക്കാട്ടും ഇങ്ങനെ അവരെ ഫ്രീഡം കൊടുത്ത് വളർത്തുക തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അവർക്കും ഇതുപോലെ കൂട്ടിലാണെങ്കിൽ ഇതുപോലെ ഓടി നടക്കാനോ കളിച്ച് നടക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോലെയുള്ള ഒരു ജീവിയാണത്. നമ്മളെ ഒരാളൊരു കൂട്ടിലിട്ടോ അല്ലെങ്കിൽ കെട്ടിയിട്ടോ വളർത്തുന്നത്, ഒരു ജയിലിലിട്ട് വളർത്തുന്നത് എങ്ങനെ ഉണ്ടാവും നമ്മൾ ചിന്തിക്കുക. അതേപോലെ നമ്മൾ അവരോട് പെരുമാറുക. അപ്പോൾ ലിയോണ ഹാപ്പി ആയിട്ട് അവളുടേതായ ലോകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ലിയോണയ്ക്ക് കഴിയുന്ന രീതിയിൽ ലിയോണ കളിക്കട്ടെ, നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ സന്തോഷിപ്പിക്കുക. കാരണം ഇവർക്കും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ സന്തോഷിപ്പിക്കുക. നമ്മുടെ ആയുസിൻ്റെ പകുതിയുടെ പകുതി ആയുസ് പോലും അവർക്കില്ല. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.